അപ്പൊ അവൻ നിന്നെ തല്ലുന്നത് ഞാൻ നോക്കി നിൽക്കണം അമ്പിളി. ഭർത്താവ് ഭാര്യ തല്ലുന്നത് സാധാരണ. അതിന് രഘുവേട്ടനെ ഇറക്കി വിട്ട എനിക്ക് എന്റെ മൂക്ക് പിന്നെ ആരാ ഉള്ളേ? ഞങ്ങളെ അനാഥരാക്കാതെ രഘുവേട്ടനെ തിരിച്ചു വിളിക്കച്ച. എന്നെ ആരും തിരിച്ചു വിളിക്കണ്ട. രഘു പോവാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയിരിക്കും. ഞാൻ ജീവിച്ചിരിക്കില്ല. നീ ഒരാള് കാരണം ഇതൊക്കെ സംഭവിച്ച നിന്റെ വായിലെ നാക്ക് കാരണം. നീ ഇനി ചത്താലും എനിക്കൊന്നുമില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. അമ്പിളിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോ. പൊയ്ക്കോ, അമ്പിളിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോ. അമ്പിളി, അച്ഛന് സന്തോഷാവട്ടെ. ഞാൻ പോയാലേ അമ്മാവനും മരുമോനും വീണ്ടും വീണ്ടും സമാധാനത്തോടെ ജീവിക്കാം. രണ്ടാളും കൂടി എന്റെ മോളെ നോക്കിയാ മതി. ഞാൻ ഒഴിഞ്ഞു തന്നോളാം. ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം. തുടർ തന്നെ. മോളെ അമ്പിളി കഥ തുറക്ക്. രഘു പോലടാ. അമ്പിളി മോളെ തുറക്ക്. മോളെ രഘു, അവള് വല്ല കടുങ്കൈ കാണിക്കുമ്പോ കഥ തുറക്ക്. മോളെ രഘു പോവല്ലേ. അമ്പിളി വല്ല കടുങ്കൈ കാണിക്കും. രഘു, അമ്മ അവളൊന്നും കാണിക്കാൻ പോകുന്നില്ല. വെറുതെ പേടിപ്പിക്കുന്ന. ഇതോടെ അവളെല്ലാം പഠിച്ചോളും. മോളെ 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 അമ്പിളി മോളെ കഥക തുറക്ക്. മോളെ അവിവേകം ഒന്നും കാണിക്കല്ലേ. അമ്മ വിട്. രഘു പറയുന്ന കേൾക്കാന്ന് പറഞ്ഞു. അമ്മാവ വിട്ടേ. അമ്മാവ വാതിൽ തുറക്ക്. മോളെ മോളെ അമ്പിളി ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മോളെ കഥക തുറക്ക്. ആന്റിയെ പറയുന്നു. മോളെ രഘുവാ. മോളെ അമ്മാവെന്നെ ഞാൻ പോവാ. വാതിൽ തുറക്ക്. മോളെ മോളെ അമ്പിളി ആന്റിയെ പറയുന്നു. മോള് വാതിൽ തുറക്ക്. മോളെ രഘു നിക്ക്. അമ്മാവ മാറി ഇറങ്ങി വന്ന് എന്റെ മോളെ രക്ഷിക്ക രഘു. ഇല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്തോട് വണ്ടി ഏറ്റിക്കൊണ്ട്. അമ്മ മാറി നിൽക്കമ്മാവ. ഇല്ല, നീ വണ്ടി എടുത്തോ. എന്റെ നെഞ്ചത്തോടെ കേട്ട്. അല്ലെങ്കിൽ എന്റെ മോളെ രക്ഷിക്ക്. അമ്പിളി അമ്പിളി മോളെ കഥക തുറക്ക്. മോളെ ആന്റി പറയുന്നതൊന്ന് കേക്ക്. മോളെ അമ്പിളി. അയ്യോ, അമ്മാവ മാറി നിൽക്കമ്മാവ. ഇല്ല, നീ വണ്ടി എടുത്തോ. അമ്പിളി അമ്പിളി മോളെ അമ്പിളി അമ്പിളി മോളെ 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 ആന്റിയെ പറയുന്ന. മോളെ അയ്യോ അയ്യോ മോളെ അമ്പിളി അവിവേകം ഒന്നും കാണിക്കല്ലേ. മോളെ മോളെ അമ്പിളി അങ്ങനെ ഒന്നും ചെയ്യില്ലേ. മോളെ രഘു ഒന്നിറങ്ങടാ. എന്റെ മോളെ ഒന്ന് രക്ഷിക്ക്. എടാ ഒന്നിറങ്ങുവാ. ഒന്ന് വേഗം പറ. അവൾ അവിവേകം കാണിക്കാൻ ഒരുങ്ങുക. അമ്പിളി ഫാനില് ആ മാഷെ ഒന്ന് വേഗം. രഘു ഒന്ന് ഇറങ്ങി വാടാ. മോനെ മോളെ അമ്പിളി. മോളെ അമ്പിളി. അമ്പിളി വാതിൽ തുറക്ക്. അമ്പിളി വാതിൽ തുറക്ക്. അമ്പിളി വാതിൽ തുറക്കാൻ. അമ്പിളി അമ്പിളി രഘു ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല. നീ വാതിൽ തുറക്ക്. അമ്പിളി വാതിൽ തുറക്ക്. അമ്പിളി വാതിൽ തുറക്ക്. അമ്പിളി ഞാൻ ഒരിടത്തും പോകുന്നില്ല. നീ ഒന്ന് വാതിൽ തുറക്ക്. അമ്പിളി ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കുവേ. അമ്പിളി ഞാൻ ഒരിടത്തും പോകുന്നില്ല. വാതിൽ തുറക്ക്. മോളെ നീ നിന്റെ കൊച്ചിനെ ഓർത്തെങ്കിലും ഇറങ്ങി വാ. അമ്പിളി അമ്പിളി ഞാൻ പറയുന്ന മര്യാദയ്ക്ക് കേട്ടോ. മോളെ ഞാൻ എങ്ങും പോകുന്നില്ല. ഒന്നും കാണിക്കല്ലേ മോളെ. അയ്യോ മാഷേ. അമ്പിളി വാതിൽ തുറക്കാനാ പറഞ്ഞേ. അമ്പിളി രഘു പുറത്ത് ജനലിൽ കൂടെ നോക്കിയാ കാണാം മാഷെ. അമ്പിളി കാണിക്കാൻ ഒരുങ്ങും. വേഗം വാ. മോളെ അമ്പിളി അമ്പിളി നീ നിന്റെ കുഞ്ഞിനെങ്കിലും ഒന്ന് ഓർത്ത് വാതിൽ തുറക്ക്. മോളെ മോളെ ലച്ചൂട്ടി അമ്മ ഒന്ന് വിളിക്കും. മോളെ തുറക്കമ്പിളി. മോളെ വിളിക്കില്ലേ. മുത്തച്ഛനെല്ലാം നോക്കിക്കോളും. അമ്മ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അമ്മ പോവാ. അമ്പിളി അമ്പിളി
അയ്യോ രഘു എന്റെ മോള് അയ്യോ അമ്പിളി നീ എന്താ മോളെ, കാണിക്കുന്നത്? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്തിനാ മോളെ വേണ്ടടി അമ്പിളി നീ താഴെ ഇറങ്ങമ്പിളി. നിന്നെ മോളെ വിട്ടിട്ട് ഞാൻ പോവോ? നീ വെറുതെ അബദ്ധം കാണിക്കാതെ താഴെ ഇറങ്ങമ്പിളി. വേണ്ട, ഞാൻ പോയാലേ എന്റെ വില എല്ലാവർക്കും മനസ്സിലാകും. അയ്യോ. ഞാൻ ജീവിച്ചിരുന്ന നിങ്ങൾ ഞാൻ എപ്പോഴും ശല്യം ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ എന്റെ മോളെ നല്ല രീതിയിൽ നോക്കിയാ മതി രഘുവേട്ട. അമ്പിളി വേണ്ട മോളെ. പറയുന്നൊന്ന് കേക്കമ്പിളി. മോളെ അമ്പിളി. രഘു, അമ്പിളി. മോളെ ഈ കുഞ്ഞിനെ നീ എല്ലാം ഓർക്കണ്ട. അമ്പിളി അമ്പിളി കുഞ്ഞിനെ ഓർത്തെങ്കിലും അമ്പിളി നീ ഒന്ന് പറയുന്ന കേക്ക്. ഈ കുഞ്ഞിന്റെ മോൻ കണ്ടിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അമ്പിളി? രഘുവേട്ട വേണ്ട, അവളെ കൊണ്ട് ഇവിടുന്ന് പോ. അവള് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. അമ്പിളി എന്നാ നീ ഒറ്റയ്ക്ക് പോകണ്ട. ഞാനും മോളും നിന്നോട് വരാം. വണ്ടിക്കകത്ത് ഡീസൽ ഉണ്ട് കേട്ടോ. ഞങ്ങളും കത്തി തീർന്നോളാം. രഘു എന്തേ കാണിക്കണേ അമ്മ വിട്. നിങ്ങൾക്ക് അവൾ പറയുന്നില്ലേ? അവളെ രക്ഷിക്കേ അവൾക്ക് ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങി. അമ്പിളി മോളെ ഇവിടെ ഒരു കൂട്ടക്കുരുതിക്ക് നീ കാരണക്കാരിയാവരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അമ്പിളി. ഇനി അങ്ങോട്ട് ജീവിക്കാൻ മോൾക്ക് എന്താ വേണ്ടത് ഈ അച്ഛനോട് പറ. അച്ഛനത് സാധിച്ചു തരാം. അമ്പിളി നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മാവനോട് പറ. നിന്റെ ജീവനേക്കാ വലുതല്ല മോളെ അച്ഛന് വേറെ ഒന്നും. ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം ഊതിക്കെടുത്തരുത് മോളെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അച്ഛനോട് പറ മോളെ. അമ്പിളി അമ്പിളി പറ അമ്പിളി. നീ എന്തിനാ അമ്മാവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോവാൻ തീരുമാനിച്ചല്ല അമ്പിളി. നിനക്ക് എന്നാ പോകണ്ട എവിടെ പോകണ്ടെന്ന് വെച്ചാൽ പോവാം. ഞാൻ പറയുന്നൊന്ന് കേക്കമ്പിളി. അമ്പിളി ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയാ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പോയി തരാം അമ്പിളി. അച്ഛൻ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? ഇത് അച്ഛന്റെ വീടല്ലേ? എന്നാ നമുക്ക് പോവാം. സത്യസാറിന് വാടക വീട്ടിലേക്ക് പോവാം. അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, നമുക്ക് അത് മതി. വേണ്ട, രഘുവേട്ടൻ ആരുടെയും കീഴിൽ ജോലി ചെയ്തത് എനിക്കിഷ്ടമല്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താ മതി. അമ്പിളി ഞാൻ ഇപ്പൊ തന്നെ അനുപമയെ വിളിച്ച് രഘുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ പണത്തിന്റെ കാര്യം സംസാരിക്കാം. എന്നിട്ട് നീ പുതിയൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കും. അതും വേണ്ട. ഇനി ആരുടെ സഹായം എനിക്കും രഘുവേട്ടനും വേണ്ട. ഞങ്ങൾ ജീവിതം ഒന്ന് തുടങ്ങാൻ പോവുക. അതിന് രഘുവേട്ടൻ തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? നീ പറയുന്നില്ല അതുപോലെ ചെയ്യാം. എങ്കിൽ നമ്മൾ ഇനി ഇവിടെ തന്നെ ജീവിക്കും. ഈ വീടിന്റെ പാതി ഷെയർ ഞങ്ങളുടെ പേരിൽ അച്ഛൻ എഴുതി തരണം.